ഹായ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ തയ്യാറാക്കുന്നത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പം നമ്മൾ കൂന്തൽ വാങ്ങിച്ചിട്ടുണ്ട്. കൂന്തൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടില്ല. ഇതൊരു സ്നാക്ക് ടൈപ്പ് ആ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. നന്നായിട്ട് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2-3 ടീസ്പൂണ് മുളക് പൊടി ചേർക്കാം. ഞാനിതിൽ കശ്മീരി പൗഡറും അതുപോലെ തന്നെ പാപ്രിക്കയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിതിൽ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇതിലൊരു 2 ടീസ്പൂൺ മുളകും അതുപോലെ തന്നെ 1 ടീസ്പൂണ് പാപ്രിക്കയും ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂണ് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1 ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ആണ് ഞാനിപ്പോൾ ഒഴിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ എങ്ങനെയെങ്കിലും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ അഥവാ മുളക് കുറഞ്ഞു പോയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി മുളക് ചേർക്കാം. ഞാനിപ്പോൾ കാശ്മീരി ചില്ലി ഉപയോഗിച്ചത് കൊണ്ട് എരിവ് കുറവായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി നല്ല ഹോട്ടായിട്ടുള്ള മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു അരമണിക്കൂറത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ആ നേരം കൊണ്ട് നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. അതിനു വേണ്ടി ഒരു അരക്കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇത് 1/4 കപ്പിൻ്റെ ഒരു കപ്പാണിത്. അപ്പോൾ അരക്കപ്പ് മൈദയും അതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂണ് കശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ 1 ടീസ്പൂണ് പെപ്പർ ചേർത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1 ടീസ്പൂണ് ഗാർലിക് പൗഡറും അതുപോലെ തന്നെ 1 ടീസ്പൂണ് ഓണിയൻ പൗഡറും ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് കട്ടിയുള്ള ഒരു ദോശമാവിൻ്റെ ആ ഒരു രീതിയിലുള്ള ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഒരു വിസ്ക് വെച്ച് അടിച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് കട്ടയൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ നമ്മൾ ബാറ്റർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ബാറ്റർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് കുറച്ച് സമയത്തേക്ക് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് നമുക്കിത് ഒന്ന് മൂടി വെക്കാം. ഒരു 10 മിനിറ്റത്തേക്ക് വെച്ചിട്ട് ഇതൊന്ന് സെറ്റാക്കി കിട്ടണം. ആ നേരം കൊണ്ട് നമുക്കിത് കോട്ട് ചെയ്തെടുക്കാനുള്ള ബ്രെഡ് ക്രംസും അതുപോലെ തന്നെ മൈദയും എടുത്തു വെക്കാം. അപ്പോൾ 10 മിനിറ്റ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കൂന്തൽ നന്നായിട്ട് മാറിനേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിൻ്റെ അന്ന് ഒരു പീസ് എടുത്തിട്ട് ഞാനിപ്പോൾ ഈ ബാറ്ററിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഈ ബാറ്ററിന് നമ്മൾ നേരെ എടുത്തിട്ട് ഈ ഒരു പൊടിയിലാണ് ഇടുന്നത്. മൈദയാണ് ഇപ്പം നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നന്നായിട്ട് കയ്യിലൊന്നും ആകാണ്ട് ഇതുപോലെ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ അകത്തുള്ള പൊടിയെല്ലാം ഒന്ന് തട്ടി മാറ്റിയിട്ട് ബ്രെഡ് ക്രംസിലിടുക. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് ഒന്ന് അതിലേക്ക് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ പിടിപ്പിച്ചു കൊടുക്കുക. അതിനുശേഷം ഓരോന്നായിട്ട് നമുക്ക് ഇതുപോലെ എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് നിരത്തി വെക്കാം. ഞാൻ ആദ്യത്തേത് വെച്ചിട്ടുണ്ട്. ഇപ്പം ബാക്കിയുള്ള എല്ലാം ഞാൻ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കേണ്ട ടൈം ആയിട്ടുണ്ട്. ഇപ്പം ഞാനിത് കാസ്റ്റ് ചെയ്യേണ്ട ഒരു പാനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചിട്ട് ചൂടായിട്ടുണ്ട്. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതിൽ ഒന്ന് ചൂടായി കിട്ടിയാൽ തന്നെ ഈ ഒരു ചൂടിൽ നന്നായിട്ട് കുക്കായി കിട്ടും. അപ്പോൾ ഞാനിത് ചെറിയ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. നല്ല ക്രിസ്പായിട്ട് കിട്ടുന്ന ആ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു ഫ്രൈ കിട്ടും. അപ്പോൾ ഇപ്പം നന്നായിട്ട് ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്ക്യൂർ വെച്ചിട്ട് ഇതിലേക്ക് മാറ്റാം. ഒരു ടിഷ്യൂ വെച്ചിട്ട് ഇതിൻ്റെ അകത്തുള്ള ഓയിലെല്ലാം ഒന്ന് അതിലേക്ക് മാറ്റുന്ന രീതിയിൽ റിമൂവ് ആക്കുന്ന രീതിയിൽ നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇതുപോലെ നല്ല ക്രിസ്പായിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സ്ക്വിഡിൻ്റെ റിങ്സ് ആണ് നമ്മളിപ്പോൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ളതും കൂടി നമുക്കിതുപോലെ പൊരിച്ചെടുക്കാം. അത് നന്നായിട്ട് ഭയങ്കര ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പൊരിച്ചു കഴിഞ്ഞാൽ അത് വേഗം വെന്ത് കിട്ടൂല്ല. മാത്രമല്ല അത് കരിഞ്ഞു പോകും. ഇങ്ങനെയാകുമ്പോൾ കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതുപോലെ എല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ സ്ക്വിഡിൻ്റെ റിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്ക് പോലെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നല്ല ക്രിസ്പായിട്ടാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. ബൈ.